പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമ്മുടെ അതിഥിയെ എങ്ങനെയാണ് നമ്മൾ ഈ കൂട്ടിലേക്ക് മാറ്റുക, ചാക്കിലേക്ക് മാറ്റുക എന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ അതിഥികളെയും നമ്മൾ പാക്ക് ചെയ്തു. ഇനി നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് അതിഥികളില്ല. ഇനി നമുക്കുള്ളത് ചെറിയ ഒരു 3 കാട്ടുപാമ്പ്, അഥവാ ട്രിങ്കറ്റ് എന്നറിയപ്പെടുന്ന സാധനമാണ്. അത് ബോട്ടിലാണ്. പിന്നെ നമുക്കിനിയുള്ളത് ചെറിയ നമ്മളെ ഈ ദൗത്യം കഴിഞ്ഞ് ഇനി നമുക്ക് റിലീസ് ചെയ്യാനായിട്ടുള്ളത് ശംഖുവരയൻ അഥവാ വെള്ളിക്കെട്ടനാണ്. അദ്ദേഹം നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ നെടുമങ്ങാട് അപ്പുറത്ത് പുലിപ്പാറ എന്നുള്ള സ്ഥലത്തൊരു കിണറ്റിൽ നിന്ന് പിടികൂടിയ അതിഥിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന് വേറൊരു ഈ കുപ്പിയിലാക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഒരു സേഫായിട്ട് കിടക്കുകയാണ്. ഇതിന് നമുക്ക് ഇപ്പോൾ തുറന്നുകൊണ്ട് പിന്നെ നമ്മൾ വേറെ കുപ്പിയിലാക്കേണ്ടതില്ല, നല്ല ടൈറ്റായിട്ട് അടച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ കൊണ്ടുപോകാനായി മാറ്റി വെച്ചു. ഇനി അത് കഴിഞ്ഞ് നമുക്കുള്ളതെന്ന് പറയുന്നത് ഒരു കാട്ടുപാമ്പ്, അത് ട്രിങ്കറ്റ് എന്നറിയപ്പെടുന്ന കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന അതിയാണ് അടുത്ത് നമുക്കുള്ളത്. ഇദ്ദേഹത്തിന് നമ്മൾ പടം പൊഴിക്കാറായിരിക്കുന്നു. ഇദ്ദേഹത്തിനെ നമ്മൾ ബോട്ടിലാക്കി ഇദ്ദേഹത്തിനെ നമ്മൾ മാറ്റിവെച്ചു. ഇനി നമുക്കുള്ളത് ഇനി നമ്മൾ ജാറിലാക്കാൻ പോകുന്നത് നമ്മുടെ ഈ വർഷത്തെ അതിഥികൾ. ഈ വർഷം മുട്ട വിരിഞ്ഞ് നമ്മൾ പല വീട്ടിൽ നിന്നും പിടികൂടി ഏകദേശം 4 മാസം മാത്രം പ്രായമുള്ള അതിഥികളാണ് ഇവരൊക്കെ. വീണ്ടും ഞാൻ പറയുന്നൊരു കാര്യം, ഞങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞ് പാമ്പുകളെ അല്ലെ കുഞ്ഞൻ അതിഥികളെ എടുത്ത് കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ട് പല പ്രേക്ഷകരും പല ആൾക്കാരും കുഞ്ഞു മുറുക്കൻ പാമ്പിനെയൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ട്. പക്ഷേ അത് കുഞ്ഞു പാമ്പാണെങ്കിൽ തന്നെ വെനമസാണ്. നമ്മുടെ അമ്മമാർ പറയും പോലെ, പണ്ട് മുത്തശ്ശിമാർ പറയും, വലിയ പാമ്പുകളെക്കാളും കടിയേറ്റ വീര്യം കൂടുതൽ കുഞ്ഞു പാമ്പുകൾക്ക് നല്ല. പക്ഷേ കുഞ്ഞു പാമ്പുകൾക്കും വെനമുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ നാട്ടിലൊരു 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പ്രിയ സഹോദരന് മുറുക്കൻ പാമ്പിൻ്റെ കടിയേറ്റത്. അത് ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. കുഞ്ഞു പാമ്പിൻ്റെ കടി. ആ പാമ്പിനെ നാട്ടുകാർ പിടികൂടി ഇവിടെ കൊണ്ടുവന്നപ്പോൾ ചെറിയ മുറുക്കൻ പാമ്പ്. കാരണം എനിക്കൊക്കെയാണെങ്കിൽ അതിന് മെഡിസിൻ്റെ ആവശ്യമില്ല. പക്ഷേ അദ്ദേഹത്തിനെ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ചെയ്തു എന്നുള്ളത്, വെന്റിലേറ്ററിൽ ഇൻറ്റിബേറ്റ് ചെയ്യേണ്ടി വന്നൊരു അവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അനുകരിക്കരുത്. അനുകരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ അപകടത്തിലേക്ക് പോകും. വീണ്ടും ഞങ്ങൾ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാരണം, നമ്മൾ പ്രേക്ഷകർ ചില വീട്ടിലൊക്കെ പാമ്പിനെ പിടിക്കുമ്പോൾ കുട്ടികൾ വാട്ടർ ബോട്ടിലായി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് അവർ നമുക്ക് പാമ്പിനെ കൊണ്ടുപോകാനായി തരുന്നത്. കാരണം അവർക്ക് വേറെ ബോട്ടിൽ ചില പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഒരു ജാർ അവർ നമുക്ക് തരുന്നു. ഇത്രയും സൈസുള്ള ഒരാളിൻ്റെ കടിയേറ്റിട്ടാണ് ഇത്രയും സൈസുള്ള ഒരു അതിഥിയുടെ, അദ്ദേഹം ഈ വർഷത്തെ അതിഥിയാണ്, 1 വയസ്സൊന്നുമില്ല. അദ്ദേഹത്തിന് 4 മാസം മാത്രമേ പ്രായമുള്ളൂ ഇദ്ദേഹത്തിന്. അപ്പോൾ 3-4 മാസം പ്രായമുള്ള അതിഥികളെയാണ് നമ്മൾ ഇപ്പോൾ ബോട്ടിലാക്കിയത്. ഒരു 5 പേര്, 5 കുഞ്ഞന്മാർ, ഒരു ശംഖുവരയൻ, ഒരു കാട്ടുപാമ്പ്, ഏകദേശം 100ഓളം മുറുക്കൻ പാമ്പ്. ഇത്രയും പേരുമായിട്ടാണ് നമ്മുടെ
ഇന്നത്തെ യാത്ര. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്ത് ഇനി ഇതിനെയൊക്കെ നന്നായിട്ട് കഴുകി ആ ചാക്കുകളെ മറ്റൊരു ചാക്കിൽ കൂടി ആക്കണം. ഇല്ലെങ്കിൽ അത് തുളയ്ക്കും. ആ ചുണ്ടിട്ട് തള്ളി ഹോളുണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെ കഴുകി വൃത്തിയാക്കി നമുക്ക് മറ്റൊരു ചാക്കിലാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ചാക്കിലാക്കുമ്പോൾ അതിൻ്റെ മോഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ മോഷൻ ചാക്കിൽ കൂടി കുറച്ച് കഴുകി കളയാൻ ശ്രമിക്കുക. അതുമാത്രമല്ല പ്ലാസ്റ്റിക് ചാക്ക് ചൂടാണ്. അപ്പോൾ അതിനെ കൂടി നമ്മൾ ചാക്കും തണുപ്പിക്കുക, ഇതിൻ്റെ മോഷനും കഴുകി കളയുക. അതാണ് നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ട്. ഇപ്പോൾ നമ്മൾ കുഞ്ഞ് അതിഥികളെയാണ് നമ്മളിപ്പോൾ കഴുകി വൃത്തിയാക്കുന്നത്. ഇനി ഇത് കുഞ്ഞന്മാരായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മൂർക്കൻ പാമ്പ്, പെരുമ്പാമ്പ്, ചേര എന്നിങ്ങനെ പാമ്പുകൾ ചാക്ക് തുളച്ചിറങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇവരെ കുഞ്ഞന്മാരായതുകൊണ്ട് അവർക്ക് സ്പേസ് കുറച്ച് മതി. അതുകൊണ്ട് നമ്മൾ ചാക്കിനെ ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം, ചാക്കിനെ തിരിച്ചിട്ടതിന് ശേഷം തിരിച്ച് വെച്ച് ഇങ്ങനെ, കാരണം നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ സേഫായിട്ട് കൊണ്ടുപോയില്ല എങ്കിൽ ചാക്ക് തുളച്ചിറങ്ങുകയും അതുവഴി നമുക്ക് വണ്ടിയിൽ സഞ്ചരിക്കുന്നവർക്ക് ബൈറ്റ് ഏൽക്കാം. പക്ഷേ ഇതുവരെ ബൈറ്റ് ഏറ്റിട്ടില്ല എങ്കിലും തുളച്ചിറങ്ങിയ ഒരുപാട് അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. രാത്രി കാലങ്ങളിലും പകലും ഒക്കെ ചാക്ക് തുളച്ച് നമ്മുടെ അതിഥികൾ വണ്ടിയുടെ എഞ്ചിൻ്റെ അടിയിലൊക്കെ കയറിയിരിക്കുകയും പിന്നെ നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്തിട്ട് വണ്ടി പൊളിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇദ്ദേഹത്തിനെ എന്തായാലും കഴുകി ഇനി കെട്ടണം. അതുപോലെ മറ്റുള്ളവരെയും ഓരോരുത്തരെയും, നമ്മുടെ അതിഥികളെ ഓരോരുത്തരെയും നമ്മൾ വൃത്തിയാക്കണം. നമ്മളടുത്ത് വലിയ സൈസുള്ള അതിഥികൾ, നമ്മളെ മുതിർന്ന അതിഥികളെയാണ് നമ്മളടുത്ത് വൃത്തിയാക്കുന്നത്. ചുമ്മാ വൃത്തിയാക്കിയിട്ട് കാര്യമില്ല. അവരെ കെട്ടഴിച്ച് നമ്മൾ നന്നായിട്ട് കടത്തിവിട്ട് നന്നായിട്ട് ഇവർക്ക് വെള്ളം കൊടുക്കണം. വെള്ളം കുടിക്കാൻ കൊടുക്കുകയല്ല, വൃത്തിയാക്കുന്നതാണ്. നമുക്ക് സേഫായിട്ട് കെട്ടാം. ഒരു കാര്യം കെട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലാസ്റ്റിക് കിറ്റുകളിൽ ചാക്കിൽ ഇവർ വേദനിച്ചിട്ട് കടിച്ചിട്ട് പല്ല് പുറത്തോട്ട് വെച്ചിരിക്കും. നമ്മൾ അറിയാതെ ചിലപ്പോൾ കൈ എങ്ങനെ തട്ടുകയാണെങ്കിൽ പല്ല് നമ്മുടെ കയ്യിൽ കൊള്ളും. അത് അപകടമാണ്. എനിക്ക് അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇവരെ പാക്ക് ചെയ്യുന്നതിനിടയിൽ ചാക്കിൽ കൂടി എൻ്റെ കയ്യിലൊക്കെ കടിയേറ്റിട്ടുണ്ട്. കൈക്കകത്തൊക്കെ കടിയേറ്റ്. അതിൽ ചാക്കിലാക്കുന്ന സമയത്ത് ഒരുപാട് അണലികളിൽ 2-3 ചാക്കിലാക്കിയപ്പോൾ ചാക്ക് മറിയുകയും അതിനകത്തുനിന്ന് അതിഥികൾ ചാടിപ്പോവുകയും അദ്ദേഹം ഒരു ചാടി എൻ്റെ പാൻസിൽ കടിക്കുകയും, പാൻസ് ജീൻസ് ആയിരുന്നുണ്ട്, ജീൻസ് വഴി കടിച്ച് എൻ്റെ കാലിൽ മുറിവുണ്ടായി, രക്തമൊക്കെ വന്നു. അത് കഴിഞ്ഞ് വെനം കടന്നുപോയി. പക്ഷെ അപ്പോഴും തന്നെ ഞാനത് നന്നായിട്ട് ഞെക്കി കളയുകയും, നന്നായിട്ട് ആ ബ്ലഡ് ഇവിടെ നമുക്ക് മാംസം കാലിൻ്റെയും മുളം കാലെന്ന് നമ്മൾ പറയും, അവിടെ മാംസം കുറവായതുകൊണ്ട് പെട്ടെന്ന് വെനം കടന്നു പോകത്തില്ല. അപ്പോൾ കടിയേറ്റ് മുറിഞ്ഞ ഉടനെ ഞാൻ പാൻസ് പൊക്കിയിട്ട് നന്നായിട്ട് ആ വെനം ഞെക്കി കളഞ്ഞു. അതുപോലെ പാക്ക് ചെയ്യുന്നതിനിടെ തുടയിൽ കടിയേറ്റിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒറ്റയ്ക്ക്, കാരണം നമ്മൾ പ്രേക്ഷകർ ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. ഇതിനേക്കാളുമൊക്കെ കഷ്ടപ്പാടായിരുന്നു മുന്നേ. കാരണം ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഒരു കുഞ്ഞുങ്ങൾ താഴെ ഒരു പറമ്പിലായിരുന്നു ഇവർ ശേഖരിച്ചിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് ആരും കാണാതെ ഞാൻ ഇങ്ങനെ ഓരോരുത്തരെ പാക്ക് ചെയ്ത് ആ സമയത്താണ് ചാടി വീണ് കടിക്കുന്നത്. പക്ഷെ അന്ന് പൈപ്പൊന്നും ഉപയോഗിക്കുന്നില്ല, ചാക്ക് മാത്രം തുറന്നു വെച്ചിട്ട് ഒരു കണ്ട് ചാക്ക് പിടിച്ചിട്ട് മറ്റേ കണ്ട് ചാക്കിലേക്ക് എടുത്തിരുന്നൊരു സംരംഭമായിരുന്നു. എന്നാലും ഇത് നമ്മൾ അടുത്ത അതിഥിയെയും നമ്മൾ കെട്ടിയെടുത്തു. നമുക്ക് ഇവരെയും അങ്ങോട്ട് മാറ്റി വെക്കാം. എന്തായാലും ടേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്രയുടെ 2-3 ഘട്ടം കഴിഞ്ഞു. 4ാമത്തെ ഘട്ടം നമ്മുടെ അതിഥികളെ വണ്ടിയിൽ സേഫായിട്ട് വെക്കുക എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നമ്മുടെ യാത്രയ്ക്കായി നമ്മുടെ അതിഥികളെ വണ്ടിയിൽ ഡിക്കിയിൽ സേഫായിട്ട് വെക്കാം. കാണാം നമ്മുടെ അതിഥികൾ എങ്ങനെയാണ് ചാക്കിലിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് കാട്ടിലേക്ക് പോകാനുള്ള അതിഥികളെല്ലാവരെയും നമ്മൾ സേഫായിട്ട് പാക്ക് ചെയ്ത് ഡിക്കിയിലാക്കി. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ യാത്ര ആരംഭിക്കാം.
എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്ര തന്നെ നമ്മുടെ അതിഥികളെ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യത്തിൽ തുറന്നു വിടുക എന്നുള്ളതാണ്. പക്ഷേ ആ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ നമ്മൾ തിരിച്ച ഉടനെയാണ് ഞങ്ങളെ തിരിച്ചിങ്ങോട്ട് പത്തനംതിട്ടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തുറന്നു വിടാനായിട്ടുള്ള സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിക്കാണ് പത്തനംതിട്ട ജില്ലയിൽ ചെങ്ങന്നൂർ കഴിഞ്ഞ് കല്ലിശ്ശേരിയിൽ നിന്ന് കല്ലിശ്ശേരിക്ക് ഇപ്പുറത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ട് പിറകിലുള്ള വീട്ടിൽ കിണറ്റിലൊരു അതിഥിയെ കണ്ടു എന്നും പറഞ്ഞ് അവർ വിളിക്കുന്നത്. എന്തായാലും അത് അവരുടെ കോള് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ ഒരുപാട് 150 കിലോമീറ്റർ താണ്ടി ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കിണറ്റിൽ കിടക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം. പോകാം നമുക്ക്. നമ്മുടെ പ്രേക്ഷകരെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് തന്നെ പിടിച്ച ഉടനെ തന്നെ കാട്ടിൽ പോകാനായി ഇരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം. പോകാം നമുക്ക് ആ കിണറ്റിൻ്റെ അടുത്ത്. നമ്മളെന്തായാലും ഇവിടെ വന്നു. നമ്മൾ കിണർ കണ്ടു, നമ്മുടെ അതിഥിയെ കണ്ടു. ഒരു കുഞ്ഞൻ അതിഥി എന്ന് പറയുമ്പോൾ ഒരു 3 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞൻ അതിഥിയാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഒരു കുഞ്ഞൻ അതിഥി, ഫീമെയിൽ പെണ്ണാണ്. നമുക്ക് സമയം കളയേണ്ട. അദ്ദേഹം വെള്ളത്തിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഇറങ്ങി സമയം കൊടുക്കാതെ അദ്ദേഹത്തിനെ ഒക്കെ വിഷമിപ്പിക്കാതെ നമുക്ക് അദ്ദേഹത്തിനെ എടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത്ര പ്രായമുള്ള ആളൊന്നുമല്ല. 3 മാസം കഷ്ടി മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം നോക്കിയുള്ളൂ അദ്ദേഹം കടിക്കാനുള്ള ടെൻഡൻസി മാത്രമേ അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ ഇതുവരെ എനിക്കൊന്ന് ജനിച്ചിട്ട് ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ്. കാരണം ശരീരത്തിന് പുഷ്ടിക്കുറവുണ്ട്, ആരോഗ്യക്കുറവുണ്ട്. അതുപോലെ കടിക്കണം. നമുക്ക് നല്ല ടയേർഡാണ് അദ്ദേഹം. ടയേർഡാകുന്ന പാമ്പുകളാണ് കൂടുതലായിട്ട് കടിക്കാൻ വേണ്ടി വായി തുറക്കുന്നത്. 3 മാസം മാത്രമേ ഇദ്ദേഹത്തിന് പ്രായമുള്ളൂ. അതുമാത്രമല്ല ഫീമെയിൽ പെണ്ണാണ് ഇദ്ദേഹം. എന്തായാലും നമ്മൾ തുറന്നുവിടാനായിട്ട് കൊണ്ടുപോകുന്ന കുഞ്ഞന്മാരുടെ കൂട്ടി അല്ലെങ്കിൽ കുഞ്ഞിക്കുട്ടന്മാരുടെ കൂട്ടത്തിൽ ഇദ്ദേഹം കൂടി ആയിട്ടുണ്ട്. നമ്മളെന്തായാലും ഇദ്ദേഹത്തിനെ അടച്ച് സേഫായിട്ട് വെക്കുന്നു. കാവുകളെ സ്നേഹിക്കുന്ന നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്തിനും അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവിധ നന്മയും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇവരോട് വിട പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്, നമ്മുടെ അതിഥികളെ തുറന്നു വിടാനുള്ള സ്ഥലത്തേക്ക് യാത്രയാവാം. അതിഥികളെ തുറന്നുവിടൽ ദൗത്യം ആരംഭിക്കുകയാണ്. കുഞ്ഞു അതിഥികളെ ആദ്യം തുടങ്ങി ഇരുട്ടതിന് മുന്നേ രാത്രിക്ക് മുന്നേ നമുക്ക് പെട്ടെന്ന് ഇവരെ തുറന്നുവിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടതുണ്ട്. എന്തായാലും നമ്മുടെ ദൗത്യത്തിൻ്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ചാക്കിൻ്റെ ആദ്യത്തെ നമ്മൾ 2 ചാക്ക് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. 2 കവർ. അതായത് നമ്മൾ ഇത്രയും പേര് വണ്ടിയിൽ യാത്ര ചെയ്ത് വരുമ്പോൾ ഇത് തുളച്ചിറങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് അപകടം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ 2 ചാക്കാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചാക്ക് നമ്മളിപ്പോൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഇവരൊക്കെ നമ്മുടെ അതിഥികളൊക്കെ അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്.
എന്നാൽ നമ്മുടെ ആദ്യത്തെ ഒരു കിറ്റ് ഉണ്ടായിരുന്ന അതിഥികളെ നമ്മൾ റിലീസ് ചെയ്ത് ഇനി രണ്ടാമതും കുറേ മുതിർന്ന അതിഥികളുണ്ട്. അവരെ കൂടി നമുക്കൊന്ന് കാണാം, നമ്മുടെ പ്രേക്ഷകർക്ക് കൊണ്ടൊന്ന് പരിചയപ്പെടും. നമ്മൾ രണ്ടാമത്തെ കേസിലെ അതിഥികളെ നമ്മൾ തുറന്നുവിടാൻ പോവുകയാണ്. രണ്ടാമത്തെ കേസിന് ഏകദേശം 25-ലേറെ ആൾക്കാരുണ്ട്. ഇന്ന് നമ്മുടെ കയ്യിൽ കളക്ഷൻ നമ്മുടെ കയ്യിൽ ഏകദേശം 100-ന് താഴെ മാത്രം, 100-ന് അടുത്തോ മാത്രം നമ്മൾ എണ്ണാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ ഒരു 10 രൂപയൊക്കെ എണ്ണാൻ പറ്റി, പിന്നെ നമുക്ക് എണ്ണാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇവരെയും നമ്മുടെ അടുത്ത അതിഥികളെ നമ്മൾ തുറന്നുവിടാൻ പോവുകയാണ്. കുഞ്ഞു മുറുക്കന്മാർ, ഒരു ശംഖുവരൻ, ഒരു കാട്ടുപാമ്പൊക്കെ ഉണ്ട്. അവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് തുറന്നു വിട്ട് നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തിരിച്ച് നമ്മുടെ ദൗത്യം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാം. നമ്മൾ അധികം റിസ്ക് എടുക്കുന്നില്ല. ഈ അതിഥികളെ 3 പേരെയും ഞാൻ എടുത്ത് കാട്ടിലേക്ക് വിടാൻ പോവുകയാണ്. നമ്മുടെ ഓഫീസർമാർ അടുത്ത അതിഥികളെ തുറന്നു വിടുകയാണ്. കാട്ടുപാമ്പ്, നമ്മുടെ അശോക് സാറിൻ്റെ കയ്യിലിരിക്കുന്ന കാട്ടുപാമ്പ്, ട്രിങ്കറ്റ് എന്നറിയപ്പെടുന്ന അതിഥിയാണ്. നന്നായിട്ട് കടിക്കും, വെനമസ് അല്ല. ഇവർ പാമ്പിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പ്രാവശ്യം നമ്മളത് ആവർത്തിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ തുറന്നു വിടുന്നത് മൂർഖൻ പാമ്പിൻ്റെ ഒരു 6 കുഞ്ഞുങ്ങൾ. ഒരാളിനെ നമ്മളിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്, കല്ലിശ്ശേരി എന്ന സ്ഥലത്ത് കിണറ്റിൽ നിന്ന് എടുത്താണ്. ബാക്കി 5 പേര് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കളക്ട് ചെയ്തുകൊണ്ടാണ്. നമ്മളെന്തായാലും അടുത്ത് നമ്മൾ തുറന്നുവിടാൻ പോകുന്ന അതിഥി, ഇതിനകത്തൊരു 25ഓളം മൂർഖൻ പാമ്പിൻ്റെ 1 വയസ്സിനും 2.5 വയസ്സിനും ഇടയ്ക്ക്, 2-2.5 വയസ്സിന്, 1-നും 2.5-ക്കും ഇടയ്ക്ക് വയസ്സിൽ പ്രായമുള്ള കുഞ്ഞൻ അതിഥികളെയാണ്. ഒരു 20-ലേറെ ആൾക്കാർ, 20ഓളം പേര് ഇതിനകത്തുണ്ട്. നമ്മുടെ അന്നത്തെ ഡ്യൂട്ടി ഓഫീസർ നമ്മുടെ ഗോപി സാർ അതിനെ തുറന്ന് കടലിലേക്ക് വിടുകയാണ്. നമുക്ക് കാണാം നമ്മുടെ പ്രേക്ഷകർ കാണുക കുഞ്ഞൻ അതിഥികളെ. പഴമക്കാർ കഥ പറയുന്നത്, അതായത് 8 അടി വീരൻ അഥവാ ശംഖുവരൻ എന്നറിയപ്പെടുന്ന 8 അടി വീരൻ്റെ കടിയേറ്റിൽ 8 അടി കടിച്ച് കഴിഞ്ഞാൽ ആ കടിയേറ്റ ആൾ 8 അടി നടന്നു പോയി കഴിഞ്ഞാൽ അതിന് മുന്നേ മരണപ്പെടുമെന്നാണ് നമ്മുടെ പൂർവികരും അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ പറയുന്നത്. ആ അവശേഷിക്കുന്ന ഒരു അതിഥിയെ കൂടി തുറന്നു വിട്ട് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ച് ഇന്നത്തെ പുതിയ ഒരു അതിഥി കൂടി നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇന്ന് സാധാരണ ഞങ്ങൾ പാമ്പിനെ തുറന്നുണ്ടാകുമ്പോൾ നമ്മുടെ ഓഫീസർമാർ എന്നെ മാത്രമേ നിങ്ങൾ കാണുള്ളൂ. ഇന്ന് നമുക്ക് 2 അതിഥികൾ കൂടിയുണ്ട്. അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു അതിഥിയുമായി, വ്യത്യസ്തനായ ഒരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.